ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ക്യൂർ ആൻഡ് കെയർ എന്നുള്ള ചാനലിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് താലീസ പത്രാദി ലേഹ്യത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു മെഡിസിൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സാധാരണ താലീസ പത്രാദി ചൂർണം അല്ലെങ്കിൽ അതാണ് എല്ലാവർക്കും നല്ല പരിചയം. പക്ഷെ ഇന്ന് താലീസ പത്രാദി ലേഹ്യം അങ്ങനെയും ഒരു മരുന്നുണ്ട്. ഓക്കെ, അപ്പൊ താലീസ പത്രാദി ലേഹ്യം എന്തിനുള്ളതാണ്? ബേസിക്കലി അത് ചുമ, തുമ്മല്, ജലദോഷം, സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഇതുമൂലം വരുന്ന ശ്വാസം മുട്ട്, ആസ്മ, വീസിങ് അല്ലെങ്കിൽ ഒരു തലവേദന, ഒരു തലയ്ക്കൊരു കനം പോലെ, കാരണം ഇത് കാരണം വരുന്ന ഒരു തലവേദന. ബേസിക്കലി അത് കഫക്കെട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, അങ്ങനെ മൂലം വരുന്ന ഒരു തലവേദന. അതേമാതിരി തൊണ്ടയിൽ ഒരു സോർ ത്രോട്ട്, പിന്നെ നേസൽ കൺജഷൻ, അങ്ങനെയുള്ള കാര്യത്തിന്. ഇതിന് മാത്രമല്ല, എല്ലാ റെസ്പിറേറ്ററി ഇഷ്യൂസും നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ദഹനത്തിനെ കറക്റ്റ് ചെയ്യുക, ആപ്പിറ്റൈറ്റിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക, മെറ്റബോളിസം, ഇമ്മ്യൂണിറ്റി കൂട്ടാം ഇൻ എ സ്മോൾ വേ. അതേപോലെ നമുക്ക് കാർഡിയാക് ടോണിക് ആണ്. കാർഡിയാക് ടോണിക് എന്ന് വെച്ചാൽ കാർഡിയാക്ക് എന്ന് കേൾക്കുമ്പോഴേക്കും പേടിക്കണ്ട. ബേസിക്കലി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, ഒരു സർക്കുലേഷൻ വേണ്ടേ അതിന്. അതേമാതിരി തന്നെ ബ്രോങ്കോ ഡൈലേഷൻ, ഇതിനൊക്കെ ബെസ്റ്റ് ആണ്. അപ്പൊ താലീസ് ഈ മരുന്ന് കഴിച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും സംശയം, ഇതെന്താ ചുമ കൂടിയോ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ അത് ചുമ കൂടുന്നതല്ല. ആയുർവേദ മെഡിസിൻ നമ്മുടെ ചെസ്റ്റിന്റെ ഉള്ളിലത്തെ അല്ലെങ്കിൽ കുട്ടികളുടെയോ വലിയവരുടെയോ ഉള്ളിലത്തെ കഫം പുറത്തേക്ക് തള്ളി ഇങ്ങനെ നീക്കണം പുറത്തേക്ക്. അപ്പൊ അതാണ് എല്ലാവരും ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇറക്കും. അപ്പൊ ഇറക്കുന്നതല്ല, ആക്ച്വലി നിങ്ങളത് ഇങ്ങനെ കാർക്കിച്ച് തുപ്പെന്ന് പറയില്ല. അപ്പൊ അത് പുറത്തേക്ക് തുപ്പിക്കളയേണ്ടതാണ്, അല്ലാതെ ഉള്ളിലേക്ക് ഇറക്കരുത്. ബിക്കോസ് അത് മ്യൂക്കസ് അതിനെ പുഷ് ചെയ്തിട്ട് പുറത്തേക്ക് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ലങ്സിന്റെ ഉള്ളിലത്തെ ആ മ്യൂക്കസിനെ കളയുക എന്നുള്ളതാണ്. ഇതൊന്നല്ല, ഏത് മരുന്നാണെങ്കിലും. ഓക്കെ, അപ്പോ അതിനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏബിയസ് വെബിയാന എന്നുള്ളതാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ ചെടിയാണ് ഇതിന്റെ പിന്നിലുള്ള മെയിൻ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെടിക്കുള്ളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഗുണങ്ങളാണ് ഇതിന്റെ. അപ്പൊ അതിനെ ഇംഗ്ലീഷില് ഹിമാലയൻ സിൽവർ ഫിർ എന്നാണ് പറയുന്നത്. ഒന്നാമത് അത് ഹിമാലയത്തിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. അതേമാതിരി തന്നെ ഒരു സിൽവർ കളറിലുള്ള ഒരു പിക്ചർ കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതേപോലെ തന്നെ മലയാളത്തിൽ താലീസ പത്രം എന്ന് പറയും, സംസ്കൃതത്തിൽ താലീസ പത്രാദി എന്ന് പറയും, താലീസ പത്ര എന്നാണ് പറയുക. ഓക്കെ, ഏകദേശം സിമിലർ ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഈ മരുന്ന് എന്തിനുള്ളതാണ്. ഇത് കഴിക്കുമ്പോൾ ഇത് ലേഹ്യമാണ്. ഒബ്വിയസ്ലി ചൂർണ്ണമുണ്ട്. ചൂർണം നമ്മൾ ഹണിയിൽ ചാലിച്ചിട്ട് പൊതുവെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലേഹ്യം എന്ന് വെച്ചാൽ അത് കുറേശ്ശെ എടുക്കുക, കഴിക്കുക. അത് കഴിച്ചതിന് ശേഷം അത് ലേഹ്യം എന്ന് വെച്ചാൽ ലിഹ്യതേ ഇത് ലേഹ്യം എന്നാണല്ലോ. അപ്പൊ അതിങ്ങനെ അലിയിച്ച് കഴിക്കേണ്ടതാണ്. അങ്ങനെ കഴിച്ച് എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുക. ചിലവരെന്താ വെച്ചാൽ ഇത് കഴിച്ച് പകുതി ആവുമ്പോഴേക്കും വേഗം വെള്ളം കുടിക്കും. അപ്പൊ വെള്ളവും മരുന്നും കൂടെ മിക്സ് ചെയ്ത് ബാക്കി ഫുള്ള് ആ കപ്പിലായി പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഫുള്ളായിട്ട് അലിയിച്ച് കഴിച്ച് പതുക്കെ അതിനുശേഷം വെള്ളം കുടിക്കുക. അത് ഇതൊന്നല്ല, ഏത് മരുന്നാണെങ്കിലും. ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, മരുന്ന് കഷായം ആണെങ്കിലും അരിഷ്ടമാണെങ്കിലും. അരിഷ്ടം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഷായം ആവുമ്പോഴോ അത് കുടിച്ച് അത് പകുതി ഗ്ലാസ്സിൽ പകുതി വെള്ളം മിക്സ് ചെയ്ത് ആകെ ഒരു മെസ്സാവും അല്ലെ. അതിലും ഭേദം ഫുള്ള് കഴിക്കുക, എന്നിട്ട് ചൂടുവെള്ളം കുടിക്കുക. അപ്പൊ ഈ ചെടി ഞാൻ നേരത്തെ പറഞ്ഞ ഏബിയസ് വെബിയാന, ഇതാണ് അതിന്റെ ബൊട്ടാനിക്കൽ നെയിം. അതിന്റെ ഇംഗ്ലീഷ് പേരാണ്, മലയാളം പേരും സംസ്കൃത പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ ചെടിക്ക് ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് മാത്രമല്ല, കാർഡിയാക് ടോണിക് ആണ്, അതേമാതിരി ഹൈപ്പർ ഗ്ലൈസീമിയ, അതേമാതിരി റുമാറ്റിസം, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, ഇതിനും അതൊരു ഘടകമാണ്. അപ്പൊ കഫവാതഹരമാണ്. ഈ കഫം എന്താ വാദം എന്താ എന്ന് ആലോചിക്കുമ്പോൾ എന്റെ വീഡിയോയിലുണ്ട് വാദം എന്താണ് പിത്തം എന്താണെന്നുള്ളത്. കഫത്തിന്റെ വീഡിയോ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കഫവാതഹരമാണ്. അപ്പൊ എവിടെയെങ്കിലും ജോയിന്റ് പെയിൻ ഉണ്ട്, വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ മെഡിസിൻ നല്ലതാണ്. അപ്പൊ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, താലീസ് പത്രാദി ശ്വാസകോശത്തിനുള്ള ഒരു മെഡിസിൻ അല്ലേ, അപ്പൊ എങ്ങനെയാണ് മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ വർക്ക് ചെയ്യുക? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആയുർവേദ മെഡിസിൻസ് എന്താണെങ്കിലും ത്രിദോഷത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വാതഹരമാണോ, പിത്തഹരമാണോ, കഫഹരമാണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു അമൃതോത്തരം കഷായം പനീനെ കുറയ്ക്കും. പക്ഷെ പനിക്ക് മാത്രമല്ല അത് വേറെയും ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ ദോഷത്തിനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ജോയിന്റ് പെയിനും മസിൽ പെയിനും ചെറിയ തരത്തിൽ ഇറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോയിൽ കമന്റ്സ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.